നാടൻ അമ്പഴങ്ങ. ഇതാണ് സാധനം, കണ്ടോ? മാങ്ങേനെയൊക്കെ വെട്ടിക്കണ പുളിയാണ് ഇതിൻ്റെ ഒരു പുളി. ഇത് കടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വായന പൊളിഞ്ഞു പോകും, അതുപോലത്തെ പുളിരസമാണ്. അപ്പോൾ ഇത് മൂക്കണേൽ മുന്നാണ് നമ്മൾ അമ്പഴങ്ങ പൊട്ടിച്ചിരിക്കേണ്ടത്. കുരു മൂക്കണേൽ മുന്നേ പൊട്ടിച്ചില്ലെങ്കിൽ ഇത് ചകിരി പോലെ ഇരിക്കും, പിന്നെ ഒന്നിനും കാര്യമില്ല. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് വെട്ടി കൊണ്ടാണ് ഇതിൻ്റെ കമ്പ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നട്ട് വളർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് വാങ്ങാൻ കിട്ടില്ല. അമ്പഴങ്ങ കിട്ടിയെന്ന് വരും, പക്ഷേ കൊമ്പ് ഇപ്പം നഴ്സറികളിലൊക്കെ പറയുകയാണെങ്കിൽ മധുര അമ്പഴം അതിൻ്റെ കിട്ടുള്ളൂ, അല്ലാണ്ട് ഈ നാടൻ അമ്പഴങ്ങയുടെ തയ്യോ കൊമ്പൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഞാൻ അമ്പഴങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത് ഉപ്പിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ അച്ചാറാക്കി ഉണ്ടാക്കാം. അതൊക്കെ ഭാര്യ സബിതയ്ക്ക് അറിയാം. അപ്പോൾ ഇതുകൊണ്ടായി നട്ട് വളർത്താൻ പോകണം. കണ്ടോ, ഒരു പിക്കാസ് എടുക്കുക. പിക്കാസ് എന്ന് വെച്ചാൽ കണ്ടോ, രണ്ട് തലയും കൂർത്തിരിക്കും. ഒരെണ്ണം 1 സെൻറ്റിമീറ്റർ വീതി ഉണ്ടാവുള്ളൂ ഒരു സൈഡ്, മറ്റേ സൈഡ് ഒരു 2 ഇഞ്ചൊക്കെ വീതി ഉണ്ടാവും. അതാണ് പിക്കാസ്. കണ്ടോ, അങ്ങോട്ട് കുത്തി കഴിഞ്ഞാണെങ്കിൽ അങ്ങോട്ട് തുളച്ച് കയറി പോയിട്ട് നല്ല മണ്ണിളക്കം കിട്ടും. അതിലാണ് ഞാൻ ഇത് നട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 കമ്പ് നടുന്നുണ്ട്, ഒന്നല്ല 2 കണ്ടോ. ഒരെണ്ണം വെച്ച് കഴിഞ്ഞു, ഇത് അടുത്തത്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധനം ഉണ്ടായി. ഇനി 2ഉം കൂടി പൊടിച്ചു വന്നാലും കുഴപ്പമില്ല. 2 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം നിർത്താം, മറ്റത് കളയാം. അപ്പം നിങ്ങൾ ഇതൊക്കെ നട്ട് വളർത്തുമ്പോൾ 2 വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 മാസമൊക്കെ പിടിക്കും ഇത് മുളച്ച് വരാനായിട്ട്, പൊടിച്ച് വരാനായിട്ട്. കണ്ടോ, അപ്പോൾ വേറൊരു സ്ഥലത്തും കൂടി കുഴിച്ചിടണം. ഒരു 4 കമ്പുകളുണ്ട്, 2 ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു, മറ്റത് വേറൊരു സ്ഥലത്ത്. അപ്പോൾ ഇത് നല്ല വലുതാവുന്ന ഒരു മരമാവും, അതുകൊണ്ട് കുറച്ച് അകലത്തിലൊക്കെ കുഴിച്ചിടാം. കണ്ടോ, അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ പറമ്പിലുണ്ടായ നല്ലതാണ്. അച്ചാറുണ്ടാക്കാം, മാങ്ങില്ലെങ്കിലും ഇത് അമ്പഴങ്ങ പൊട്ടിച്ച് അച്ചാറിടാം. അപ്പോൾ ആ അമ്പഴങ്ങയ്ക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട്, ആനവായിൽ അമ്പഴങ്ങ. അതായത് ആനയുടെ ഇത്ര വലിയ വായിൽ ഒരു അമ്പഴങ്ങ കിട്ടി കഴിഞ്ഞാൽ അതിന് തിന്ന് അവനൊന്നും ആവില്ല. അതുകൊണ്ടാണ് ആനവായിൽ അമ്പഴങ്ങ. അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ആവശ്യമുണ്ടാവും. അപ്പോൾ ഒരു ചെറിയൊരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ നടക്കില്ല. അതിനാണ് പറയുന്നത് ആനവായിൽ അമ്പഴങ്ങ. പണ്ട് കാലത്ത് എൻ്റെ അപ്പനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പഴഞ്ചൊല്ലുകളാണിത്. അപ്പം ഇതാണ് അമ്പഴത്തിൻ്റെ കൊമ്പ്. അത് ഞാൻ മുറിച്ചെടുത്തു. കണ്ടോ, ഇതാണ് സാധനം. ആ തുമ്പൊക്കെ അരിഞ്ഞു കളഞ്ഞ് നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് കുഴിച്ചിടാണ്. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടംപോലെ അമ്പഴങ്ങയൊക്കെ ഉണ്ടായി കിട്ടും. അപ്പം നിങ്ങൾക്ക് തരാം. ഓക്കെ.